ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പോൾ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ശ്രുതിയും മേടിക്കാനിരിക്കുന്ന പുതിയ വീടിൻ്റെ യഥാർത്ഥ ഓണർ അവരെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് വരികയാണല്ലേ. ആദ്യമൊക്കെ ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കാൻ ശ്രുതിയും ആരും തന്നെ തയ്യാറാവുന്നില്ലെങ്കിലും അവസാനം ഇദ്ദേഹം പറയുകയാണ്, വിശ്വനാഥൻ എന്ന് പറയുന്ന ആൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്, അയാൾ നിങ്ങൾ മനഃപൂർവ്വം പറ്റിക്കാതെ ഞാനാണ് ഈ വീടിൻ്റെ യഥാർത്ഥ ഓണർ, പോലീസുകാർ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പോലീസുകാർ അങ്ങോട്ട് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന നേരത്തെ തന്നെ സച്ചിയും രവിയും എല്ലാം തന്നെ സുധീർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. കാരണം 30 ലക്ഷം രൂപയാണെങ്കിൽ അഡ്വാൻസ് എന്ന രൂപത്തിനൊക്കെ കൊടുത്താൽ അത് എങ്ങനെയും കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് തീർച്ചയായിട്ടും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാൾ ഇതേപോലെ പല ഫാമിലിയെ പറ്റിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങുന്നവനാണ്, നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വളരെയധികം സങ്കടത്തോടു തന്നെയാണ് ശ്രുതിയും ചന്ദ്രയും എല്ലാം തന്നെ തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ചന്ദ്ര ഒഴികെ ബാക്കി എല്ലാവരും ശ്രുതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ചന്ദ്ര പറയുന്നത്, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ, കുറേ നേരമായാലും അവനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു തുടങ്ങിയിട്ട് നിങ്ങളാരും കൊടുത്ത പൈസയല്ലോ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് നിങ്ങൾ ഒറ്റയെടുത്തിയാണ് അവനെ ഈ ഒരു നിലയിലാക്കിയത്. അവൻ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ മറിച്ച് പിടിക്കും. മാത്രമല്ല ചെറുപ്പം മുതലേ ഒന്നാമനായി എത്തണമെന്നുള്ള മൈൻഡോടുകൂടി തന്നെ അവനെ വളർത്തി അവൻ നല്ലതൊന്നും തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് അതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര സച്ചിനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ചന്ദ്ര വായടപ്പിക്കുന്ന മറുപടി പറയുന്ന രവിയാണ് കേട്ടോ. എന്നാൽ നീലിമയുടെ ഈ ഒരു പ്രശ്നം കൂടെ അറിയുമ്പോഴാണ് കാര്യങ്ങളെല്ലാം തകടം മറിയുന്നത് കേട്ടോ. കാരണം ശ്രുതിയും കൂടെ കൂടിയിട്ട് തങ്ങളെയും ഫാമിലിയെയും ഇതേ രീതിയിൽ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യമെടുക്കാനാവാതെ തന്നെ ഈ ഒരു കാര്യം വീട്ടിൽ വന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ചന്ദ്ര അടക്കം ആരും തന്നെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. പെട്ടെന്നാണ് നീലിമയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം സത്യാവസ്ഥകളെല്ലാം തന്നെ നീലിമ പറയുന്നല്ലേ. ഇത് കേൾക്കുന്ന നേരത്ത് ചന്ദ്ര ആദ്യമേ ചെല്ലുന്ന സുധിയുടെ അടുത്തേക്കാണ്. സുധിയുടെ ഷോൾഡറിന് കുത്തിപ്പിടിച്ച് തല്ലാതിരിക്കുന്ന സമയത്ത് ഞാനായിട്ടൊന്നും ചെയ്തതല്ല, എല്ലാം ശ്രുതിയുടെ ബുദ്ധിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റങ്ങളെല്ലാം തന്നെ ശ്രുതിയുടെ തലയിലേക്ക് ശ്രുതി വെച്ചു കൊടുക്കുകയാണല്ലേ. ആ ഒരു സമയത്ത് ചന്ദ്ര എന്നിട്ട് ശ്രുതിനെ ഒരുപാട് തല്ലുന്നുണ്ട്. മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വരെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് രവി വേഗം തടയാണ്ട്. കാരണം തൻ്റെ മകൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് തന്നെ രവി പറയുന്നുണ്ട്, ഒരിക്കലും ശ്രുതിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ കൊടുത്തിട്ടുണ്ട്, അത് മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വീടിനകത്തേക്ക് പറഞ്ഞു വിടാണ്ട്. എന്നാൽ ആ വീടിൻ്റെ അകത്ത് നിൽക്കുമ്പോഴും ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നൊരു അവസ്ഥയിൽ വരെ തന്നെ നമ്മുടെ ചന്ദ്ര ശ്രുതിയോടായിട്ട് പെരുമാറുന്നുണ്ട്. ശ്രുതിനെ ഒന്ന് സംസാരിപ്പിക്കാനോ ഇരുവരെ ഒരുമിച്ചൊരു ബെഡ്റൂമിൽ കടത്താനോ മാത്രമല്ല മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ശ്രുതിനെ ചന്ദ്ര അനുവദിക്കുന്നില്ല കേട്ടോ. അങ്ങനെ വളരെ ക്രൂരമായ രീതിക്ക് തന്നെയാണ് ചന്ദ്ര പെരുമാറുന്നത്. എന്നാൽ അതിലേറെ വലിയൊരു ഇവർക്ക് വരാൻ പോകുന്ന പണി എന്താണെന്ന് വെച്ചാൽ, എന്നാൽ പിന്നീട് ശ്രുതി സങ്കടം സഹിക്കാനാവാതെ തന്നെ ഭാമയോടായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭാമ തന്നെ ഇടപെട്ടിട്ടാണ് ശ്രുതിയുടെയും ചന്ദ്രയുടെ ഇടയിലുള്ള പിണക്കം മാറ്റിയെടുക്കുന്നത്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പായി കഴിയുമ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായി എല്ലാവരും മടങ്ങി പോവുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നല്ലാതെ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പായല്ലോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും തന്നെ ഒത്തുതീർപ്പായിട്ടില്ല, ഒരു പ്രശ്നത്തിനോട് പരിഹാരം കണ്ടെത്താനുണ്ട് എന്ന് സച്ചി പറയുന്ന നേരത്തെ എന്തായാലും നിനക്ക് വേണം, ഇനി എന്ത് പ്രശ്നം നീ ഉണ്ടാക്കാൻ നിൽക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഇനി എനിക്കൊരു കാര്യം പറയേണ്ടതുണ്ട്. എടാ ശ്രീകാന്ത്, ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് മാറ്റുന്നത് നമ്മൾ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓണർഷിപ്പ് മാറ്റുക എന്നാണെന്ന് ശ്രീകാന്ത് മറുപടി പറയാണ്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, ശ്രുതിയുടെ സൂപ്പർ മാർക്കറ്റ് പണിതിരിക്കുന്നത് ഇവൻ്റെ അമ്മായച്ചനോ അല്ലെന്നാണെങ്കിൽ ഇവനോ ഉണ്ടാക്കിയ പൈസ കൊണ്ടല്ല, അച്ഛൻ്റെ പെൻഷൻ തുക ഇവൻ്റെ കാമുകിയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ആ കാമുകിയുടെ കയ്യിൽ നിന്ന് ഇവൻ തട്ടിപ്പറിച്ച് മേടിക്കുകയും ചെയ്ത ആ ഒരു തുക നമ്മളാരും അറിയാതെ തന്നെ അവൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ ഒരു പണത്തിൻ്റെ അവകാശി അച്ഛൻ എന്ന നിലയ്ക്ക് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മാറ്റണമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്കും ഒരു ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്ര എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ശ്രീകാന്തും അതേ രീതിയിൽ തന്നെ വർഷയും പറയുന്നുണ്ട് സച്ചിയുടെ തീരുമാനം കറക്റ്റാണ് എന്ന രീതിക്ക് പറയുക മാത്രമല്ല രേവതി സച്ചിയുടെ അഭിപ്രായം പറയുമ്പോഴത്തേക്കും കൈയടിച്ച് പ്രോത്സാഹിക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറയണം, ഭൂരിപക്ഷം കൂടുതലായത് എൻ്റെ ഭാഗത്തായതുകൊണ്ട് തന്നെ ഓണർഷിപ്പ് എത്രയും വേഗം ചേഞ്ച് ചെയ്യണം, അച്ഛൻ്റെ പേരിലായിരിക്കും ഇനി ആ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നൊക്കെ സച്ചി പറയുകയും അതേ രീതിയിൽ തന്നെ ഈ ഒരു സുധിയുടെ പേരിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് രവിയിലെ പേരിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.